വൈദികൻ ബി.ജെ.പിയിൽ ചേർന്ന സംഭവത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്കുള്ളിൽ അമർഷം പുകയുന്നു. റാന്നി ഇട്ടിയപ്പാറയിലെ ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനത്തിന് മുന്നിൽ ഒരു വിഭാഗം ഇന്നലെ പ്രതിഷേധിച്ചു. സഭാ അധ്യക്ഷന് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം തുടരാനും നീക്കം. ജിബിൻ ചേരുന്നുണ്ട്. ജിബിൻ, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പത്തനംതിട്ടയിലെ ബി.ജെ.പിയുടെ ക്രിസ്മസ് സംഗമത്തിൻ്റെ അന്നാണ് ഈ ഒരു നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി കൂടിയായ ഫാദർ ഷൈജു കുര്യൻ ബി.ജെ.പിയുടെ അംഗത്വം എടുക്കുന്നത്. ഇദ്ദേഹം എന്ന് പറഞ്ഞ പ്രധാന കാരണം, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ വളർന്നത് ഈ ഒരു 10 വർഷം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മോദിയാണ് ഇന്ത്യ വളർത്തുന്നതെന്നും മോദിയുടെ വികസനത്തിൽ കണ്ട് ആ ഒരു വികസനത്തോട് ആകൃഷ്ടനായാണ് അദ്ദേഹം ബി.ജെ.പിയിൽ ചേരുന്നത് എന്നാണ് അന്ന് ഈ ഫാദർ ഷൈജു കുര്യൻ വ്യക്തമാക്കിയിരുന്നത്. അദ്ദേഹം ഈ ഒരു ബി.ജെ.പി അംഗത്വം എടുത്ത സമയത്ത് ക്രിസ്മസ് സംഗമത്തിൻ്റെ ഭാഗമായി ഈ നിലയ്ക്കൽ സഭയുടെ തന്നെ അതായത് ഏറ്റവും മുതിർന്ന ഒരു ബിഷപ്പ് കൂടി അവിടെ ഉണ്ടായിരുന്നു. ഈ വിശ്വാസികൾ ഇപ്പോൾ ആരോപിക്കുന്ന അദ്ദേഹത്തിന് ഈ ഒരു കാര്യം പോലും അറിയത്തില്ലായിരുന്നു. അതായത് ഈ സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ അന്ന് ബി.ജെ.പി അംഗത്വം എടുക്കുന്നതൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിനെയും കൂടി ഈ മുതിർന്ന മെത്രാപ്പൊലീത്തെ കൂടി ഈ സ്ഥലത്തേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയതാണ്. അദ്ദേഹത്തിനോട് വെറും ഒരു ക്രിസ്മസ് സംഗമം മാത്രമാണെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. അതായത് നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹം ബി.ജെ.പിയിൽ ചേർന്നതാണ് ഈ ഒരു വിശ്വാസികളെ ഇപ്പോൾ ഇത്രയൊരു പ്രശ്നത്തിലാക്കി. അവർക്ക് ഈ ഒരു പ്രശ്നം തോന്നാൻ കാരണം അതാണ്. അവർ പറയുന്നത്, അതായത് ഈ വിശ്വാസികളുടെ പ്രധാന പ്രശ്നം അവർ ആരോപിക്കുന്നത് ബി.ജെ.പിയിലോ കോൺഗ്രസിനോ CPM-ലോ ആർക്കും ചേരാം, പക്ഷേ ഈ സഭയുടെ ഭദ്രാസനം സെക്രട്ടറി എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ബി.ജെ.പിയിൽ ചേർന്നതാണ് അവർക്ക് പ്രശ്നമെന്നാണ് അവർ ആരോപിക്കുന്നത്. പിന്നെ അതായത് ഈ ഫാദർ ഷൈജു കുര്യന് പല കേസുകളുമുണ്ട്. അദ്ദേഹം ഉടൻ തന്നെ കേസുകളിലൊക്കെ തന്നെ പ്രതിയാകും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അദ്ദേഹം ബി.ജെ.പിയിൽ ചേർന്നതെന്നാണ് ഈ വിശ്വാസികൾ ഇന്നലെ പ്രതിഷേധത്തിനിടെ പ്രധാനമായി ആരോപിച്ചത്. ഇന്നലെ ഈ നിലയ്ക്കൽ ഭദ്രാസനത്തിൽ ഇന്നലെ ഇവരുടെ പരാതിയുടെയൊക്കെ ഭാഗമായി തന്നെ ഒരു മീറ്റിംഗ് വെച്ചിരുന്നു. പക്ഷേ ഈ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് മീറ്റിംഗ് പോലും നടത്താതെ അവിടുത്തെ നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ ബിഷപ്പ് അവിടെ നിന്ന് മുങ്ങി എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപവും ഇന്നലെ അവിടെ ഉയർന്നിരുന്നു. അവർക്ക് പരാതി, അതായത് അവരെ കൃത്യമായ പരാതി, സഭാവിശ്വാസികളുടെയും ചെറിയ ഒരു കൂട്ടം വൈദികരുടെയൊക്കെ തന്നെ പരാതി അവർ കൃത്യമായി സഭയെ അറിയിച്ചിരുന്നു. പക്ഷേ യാതൊരുവിധ നടപടിയും സഭയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയും അത് തുടർന്ന് പോവുകയാണെങ്കിൽ, അതായത് അവരുടെ പരാതിയിന്മേൽ സഭ ഇനിയും ഒരു നടപടി എടുത്തിട്ടില്ല എങ്കിൽ ഇനിയും സമരമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇന്നലെ പ്രതിഷേധത്തിനെത്തിയ വിശ്വാസികളൊക്കെ തന്നെ പറയുന്നത്.